വെൽക്കം മൈ ഡിയേഴ്സ്. അപ്പൊ ഇന്ന് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ കാർഡ് യൂണിവേഴ്സ് നിങ്ങൾ എന്താണ് പറയാനായിട്ടുള്ളത്, എന്ത് ഉപദേശമാണ് നൽകാനായിട്ടുള്ളത് രണ്ടാമത്തെ കാർഡ്. മൂന്നാമത്തെ കാർഡ് ഔട്ട്കം, നമ്മൾ എന്തിലേക്കാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. ഫസ്റ്റ് കാർഡ് ഇപ്പോൾ നിങ്ങൾ ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ നിൽക്കുന്ന ഒരു എനർജിയാണ്. അങ്ങ് ആ ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. ഇത് 5 of Swords ആണ്. സ്വേർഡ്സ് എന്ന് പറയുന്ന കാർഡ് വായു എന്നൊരു മൂലകത്തെ സൂചിപ്പിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങളോടൊരു പറയാനുള്ള ഉപദേശം എന്ന് പറയുന്നത് എംപറർ എന്ന കാർഡാണ്. എംപറർ എന്ന് പറയുന്ന കാർഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ശക്തനായ ഒരു രാജാവിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അതായത് അദ്ദേഹത്തിന് എല്ലാ കഴിവുണ്ട്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, നല്ല ബുദ്ധി, ശക്തി, പിന്നെ ഒരു ഘടന, വ്യക്തമായ ഒരു ഘടന, നല്ലൊരു സ്വഭാവം, ഒരു രാജാവിന്റെ സൽഗുണങ്ങളും കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയങ്ങളിലെല്ലാം ചെയ്യാനാണ് ശരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം. ഞാൻ കാണിച്ചു, ദ എംപറർ എന്ന കാർഡാണ്. അപ്പോ ഔട്ട്കം, നമ്മൾ എന്തിലേക്കാണ് ഫോക്കസ് എന്ന് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എന്നൊരു കാർഡാണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എന്ന കാർഡ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയെ, സമൃദ്ധിയെ കാണിക്കുന്ന ഒരു കാർഡാണ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന ഒരു കാർഡ്. അപ്പോ ഈ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞ് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തിനും വിട്ടുകൊടുക്കുന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുന്നു, വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പൊ യൂണിവേഴ്സ് പറയുന്ന കാര്യം, നിങ്ങൾ വ്യക്തമായ ഒരു ഘടന ഉണ്ടാക്കുക, നിങ്ങളുടെ സർവ്വശക്തി ഉപയോഗിച്ച് നിങ്ങൾ അതിനെ പോരാടുക, നേടിയെടുക്കുക, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു സമൃദ്ധി നേടിയെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ താങ്ക് യു യൂണിവേഴ്സ്, നന്ദി.